എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. നീണ്ട ഒരു അനുഭവമാണ്. നിങ്ങളും യാത്ര പോവുകയാണ് എൻ്റെ കൂടെ, ചേച്ചിയുടെ കൂടെ ഗുരുവായൂരിലേക്ക് പോവുകയാണ്. ഒറ്റയ്ക്ക് യാത്ര പോവുകയാണ് കേട്ടോ ചേച്ചി. ഒറ്റയ്ക്ക് ഇതുവരെ എവിടെയും പോയിട്ടില്ല. ചേച്ചിയുടെ പേര് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഗസ് എന്ന് പറഞ്ഞാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഞാൻ ആദ്യം പറയാണ് സംഗീത ചേച്ചിയാണേ. അപ്പം പെട്ടെന്ന് കേൾക്കാം. എല്ലാവരും റെഡിയല്ലേ? ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കാം കേട്ടോ. ഹരേ കൃഷ്ണ. എൻ്റെ പ്രിയപ്പെട്ട ത്രിമധുരം കുടുംബത്തിലെ വൃന്ദാവനവാസികളെ, ഞാനൊരു 3-4 ദിവസം മുൻപ് ഗുരുവായൂരിൽ പോയ കഥ നിങ്ങൾക്ക് പലർക്കും അറിയാം. അതുകൊണ്ട് എൻ്റെ പേര് നിങ്ങൾ ഗസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറ്റയ്ക്ക് പോകാൻ പറ്റുമെന്ന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം ഹസ്ബൻഡ് വിടില്ല എന്ന് വിചാരിച്ചു. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഒന്നാമത്തെ കാരണം, അദ്ദേഹത്തിന് അവിടെ വന്നപ്പോൾ ഒന്നും നന്നായിട്ട് ദർശനം ലഭിച്ചിട്ടില്ല. സെക്യൂരിറ്റിക്കാർ വേഗം പിടിച്ചു മാറ്റി എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, അന്നൊക്കെ ഏകാദശി വിളക്കിൻ്റെ സമയമല്ലേ, അതുകൊണ്ട് തിരക്ക് കാരണം അങ്ങനെ ആയതാണെന്ന്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഇത് ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എനിക്ക് അവിടെ പോയപ്പോൾ ഒന്നും ദർശനം ശരിക്ക് സാധ്യമായില്ല. ഇതിനേക്കാൾ തിരക്കുള്ള ശബരിമലയ്ക്ക് എല്ലാ വർഷവും പോകുന്ന ആളാണ് അദ്ദേഹം. മൂകാംബിക അമ്മയുടെ അടുത്തും ഇടയ്ക്കിടയ്ക്ക് പോകും. അവിടെയൊക്കെ പോയാൽ അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് ദർശനം ലഭിക്കും. കുറേ സമയം നിന്ന് തൊഴാനായിട്ടുള്ള ഭാഗ്യവും ലഭിച്ചിട്ടുണ്ട്. വലിയ അയ്യപ്പ ഭക്തൻ കൂടിയാണ്. പിന്നെ വേറൊരു കാരണം കൂടിയുണ്ട് എന്നെ വിടാത്തതിന്. അത് ഞാൻ അടുത്ത അനുഭവത്തിൽ പറയാം. ഇതൊരു മെഗാ എപ്പിസോഡായി പോട്ടെ. അങ്ങനെ ചോദിച്ച് ലാസ്റ്റ് എന്നെ വിട്ടു കേട്ടോ. പുലർച്ചെ 5 മണിക്കുള്ള കണ്ണൂരിൽ നിന്നും വരുന്ന എക്സിക്യൂട്ടീവ് ട്രെയിനിൽ എന്നെ കയറ്റി വിട്ടു. നിന്റെ ഇഷ്ടത്തിന് വിടുകയാണ്, എല്ലാം നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, ഞാൻ ഒന്നിലും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോയി. കാരണം എൻ്റെ നിർബന്ധം അത്ര സഹിക്കാതെ വിട്ടതാണ്. അങ്ങനെ ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒറ്റയ്ക്ക് ട്രെയിനിൽ ഇത്രയും ദൂരം വന്നു. യാതൊരു പേടിയും മനസ്സിൽ തോന്നിയില്ല. ഭയങ്കര ധൈര്യം. എവിടുന്നുള്ളിൽ വന്ന് നിറയുന്നു, ഞാൻ കൂടെയുണ്ട് കൂടെയുണ്ട് എന്ന് പറയുന്നത് പോലെ. നമ്മുടെ ഗ്രൂപ്പിലെ പല കൂട്ടുകാരും ഒറ്റയ്ക്ക് ഇതുപോലെ വന്ന അനുഭവം എന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ കൃത്യം 8 മണിക്ക് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. കൂടെ കുറേ കോളേജ് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ എല്ലാവരും ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചു, അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അതാ എന്നെയും കാത്ത് ഗുരുവായൂർ ബസ് പോകാൻ നിൽക്കുന്നു. പക്ഷേ ബസ്സിൽ ഒരു ഇഞ്ച് സ്ഥലമില്ല. പക്ഷേ കണ്ടക്ടർ പറഞ്ഞു, ചേച്ചി കയറിക്കോളൂ, അടുത്ത ഒരു സ്റ്റോപ്പിനുള്ളിൽ ഇരിക്കാനുള്ള സ്ഥലം ഞാൻ ഉണ്ടാക്കി തരാമെന്ന്. അങ്ങനെ സ്ഥലമൊക്കെ കിട്ടി. മമ്മിയൂരപ്പനെയും തൊഴുത് ഓട്ടോ പിടിച്ച് ഗുരുവായൂരിലെത്തി. നോക്കുമ്പോൾ ഭയങ്കര തിരക്ക്, കല്യാണത്തിന്റെ ബഹളം, ചോറൂണിന്റെ ബഹളം. ഗുരുവായൂരിൽ പിന്നെ എന്നും അങ്ങനെ തന്നെയാണല്ലോ, ഉത്സവത്തിന്റെ പ്രതീതിയാണല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ചു, വർക്കിംഗ് ഡേയിൽ ഇത്രയും തിരക്കുണ്ടാവുമോ? എന്തോ ആവട്ടെ, വേഗം ക്യൂ നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുളത്തിൻ്റെ അവിടെ കൂടി വരുമ്പോൾ അന്നപ്രസാദത്തിൻ്റെ ക്യൂ കണ്ടു. ഞാൻ ഭഗവാനെ കാണാൻ വരുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ തലേന്ന് രാത്രി മുതൽ ഒന്നും കഴിച്ചില്ല. ഇനി ക്യൂ നീണ്ടുപോയത് കാരണം വല്ല തലകറക്കം ഉണ്ടായാലും സെക്യൂരിറ്റി ചേട്ടന്മാർക്ക് ആ നിലവിളി ശബ്ദവും ഇട്ട് എന്നെ കൊണ്ടുപോകേണ്ടി വരുമല്ലോ ഭഗവാനെ എന്നോർത്ത് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ ഭക്ഷണം കഴിച്ചു. എഴുന്നേറ്റ് പോകുമ്പോൾ എന്നോട് പറയുന്നു, പായസം ഉണ്ട്, പോവല്ലേ, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. വീണ്ടും അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ ഒരു ചേച്ചി പറഞ്ഞു, നിങ്ങൾ ഭക്ഷണം കഴിച്ച് ഇല മടക്കിയത് നിങ്ങൾക്ക് അഭിമുഖമായിട്ടാണ്. ഭക്ഷണം കഴിച്ച് ഇല മടക്കുമ്പോൾ മുൻപോട്ടേക്ക് മടക്കണം. ഞാൻ പറഞ്ഞു, സോറി, എനിക്ക് അങ്ങനെ അറിവില്ല എന്ന്. എന്തായാലും പറഞ്ഞു തന്നതിന് നന്ദി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പായസവും കഴിച്ചു വേഗം തന്നെ ക്യൂവിൽ നിന്നു. അങ്ങനെ നീണ്ടുപോകുന്ന ഞാൻ കൊണ്ടുപോയ നാമമാലയും വിഷ്ണു സഹസ്രനാമവും ജ്ഞാനപ്പാനയും ഹരിനാമ കീർത്തനവും ഒക്കെ ലൈനിൽ നിന്ന് തന്നെ വായിച്ചു തീർത്തു. 3 തവണ വിഷ്ണു സഹസ്രനാമം വായിച്ചു. അപ്പോഴാണ് ലൈൻ ഒന്ന് അനങ്ങി തുടങ്ങിയത്. നോക്കുമ്പോൾ മുൻപിലും ബാക്കിലും 2 കൈകൾ കോർത്ത് പിടിച്ച് നടക്കുന്നു. ഞാൻ ഈ പുസ്തകം വായിക്കുന്ന തിരക്കിൽ ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ലൈൻ പോകുമ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്. നോക്കുമ്പോൾ 2 യങ് കപ്പിൾസ്. ഇവരെൻ്റെ വായന കാരണം കൈ അപ്പുറത്തിട്ടിരിക്കുകയായിരുന്നു. എനിക്ക് ചിരി വന്നു. നിങ്ങൾക്ക് നേരത്തെ ഒരുമിച്ചിരിക്കാമായിരുന്നില്ലേ? അങ്ങനെ ഞാൻ അവരെ 2 പേരെയും ഒരുമിച്ചാക്കി. ഞാൻ പിന്നിൽ നടന്നു. ഗിരിജ ചേച്ചിയുടെ അലങ്കാര വർണ്ണന ദിവസവും കേൾക്കുന്ന ഞാൻ എല്ലാവരെയും, നവഗ്രഹങ്ങളെയും എല്ലാവരെയും തൊഴുതുകൊണ്ട് ശ്രീകോവിലിൻ്റെ തൊട്ടുമുന്നിലെത്തി. വരുമ്പോൾ തുളസിമാല വാങ്ങി നാരായണാലയത്തിലെ കൃഷ്ണന് ചാർത്തി. പിന്നീട് കദളിപ്പഴവും താമരമുട്ടും മഞ്ഞപ്പട്ടും പട്ടുകോണവും ഒക്കെ നമസ്കാര മണ്ഡപത്തിലെ മഞ്ഞപ്പട്ടിൽ വെച്ചു. അപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റി ചേച്ചി വളരെ ദേഷ്യക്കാരിയാണെന്ന് തോന്നുന്നു. അയ്യോ, അത് അവിടെ പൈസയാണ് വെക്കേണ്ടത് എന്ന് പറഞ്ഞു. അത് അവിടെ നിന്ന് മാറ്റിക്കളഞ്ഞു. എനിക്ക് വല്ലാത്ത വിഷമമായി. പക്ഷേ അവർ ആ മാറ്റുന്ന തിരക്കിൽ ഞാൻ ഭഗവാനെ നന്നായി കണ്ടുട്ടോ. നല്ല മുഖശോഭയോടെ തിളങ്ങി നിൽക്കുന്ന ആ പൊന്നു ഗുരുവായൂരപ്പനെ ഞാൻ കണ്ടത് നാരായണ രൂപത്തിലാണ്. കാരണം എൻ്റെ മനസ്സിൽ ഏത് സമയവും നാരായണ രൂപം മാത്രമേ ഉള്ളൂ. നെറ്റിയിലെ സ്വർണ്ണഗോപിയും കൺമഷി
മുഖമേഷയും വളരെ പുഞ്ചിരിച്ചു നിൽക്കുന്ന ഭാവം. കയ്യിൽ ശംഖും ചക്രവും ഒക്കെ പിടിച്ചിരിക്കുന്നതായിട്ടാണ് എൻ്റെ കണ്ണിൽപ്പെട്ടത്. ചേച്ചി എന്നെ പിടിച്ചു മാറ്റി വേഗം മാറൂ എന്ന് പറഞ്ഞുട്ടോ. കുറച്ചപ്പുറത്ത് ചെന്നപ്പോഴാണ് ഒരു സെക്യൂരിറ്റി ചേട്ടൻ വേറൊരു ചേച്ചിയോട് പറയുന്നത് കാളിയമർദ്ദനത്തിൽ വന്നിരിക്കുന്ന കൃഷ്ണനാണെന്ന്. ഞാൻ വേഗം തിരിച്ചു വന്ന് വീണ്ടും ആ ചേച്ചിയോട് പ്ലീസ് ഒന്ന് കാണിച്ചു തരുമോ, ഞാൻ കണ്ട രൂപമല്ല ഇന്നത്തെ അലങ്കാരം എന്ന് കേൾക്കുന്നു. അവർ ഒരു തരത്തിലും വഴങ്ങുന്നില്ല. ഭയങ്കര ദേഷ്യം. എനിക്കും ദേഷ്യം വന്നു കേട്ടോ. നട അടയ്ക്കാറായി, കുറച്ചു പേരല്ലേ ഉള്ളൂ, എന്നെ ഒന്ന് കാണിച്ചാൽ എന്താ. പിന്നെ ഞാൻ വിചാരിച്ചു കൃത്യസമയത്ത് ഉച്ചപൂജ കഴിഞ്ഞ് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്യുന്നുവെന്ന് മനസ്സിൽ സമാധാനിച്ച് എല്ലായിടത്തും ചുറ്റി നടന്ന് തൊഴുതു പുറത്തു വന്നു. പിന്നെ ഗ്രൂപ്പിലെ 2-3 ചേച്ചിമാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ സമർപ്പണം ചെയ്തു. മേൽശാന്തിയെ കണ്ട് എൻ്റെ മോളുടെ ജോലിക്കാര്യമൊന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതിനും ആ ചേച്ചി സെക്യൂരിറ്റി സമ്മതിച്ചില്ല കേട്ടോ. പിന്നെ ഞാൻ മോൾക്ക് വേണ്ടി ഒരു ഉണ്ടമാല നേർന്നു. പായസവും കളഭവും ഗ്രൂപ്പിലെ ചേച്ചിമാർക്ക് വേണ്ടി പുസ്തകവും വാങ്ങി. അപ്പോഴേക്കും എനിക്ക് തിരിച്ചു വരാനുള്ള ട്രെയിനിൻ്റെ സമയമൊക്കെ കഴിഞ്ഞിരുന്നു. ഹസ്ബൻഡ് 2 തവണ വിളിച്ചു. ഞാൻ ഫോണ് ക്ലോക്ക് റൂമിലായതുകൊണ്ട് കേട്ടില്ല. പിന്നീട് ഞാൻ തിരക്കിട്ട് ബസ് സ്റ്റാൻഡിലെത്തി. അവിടെയും എന്നെ കാത്ത് കോഴിക്കോട് ബസ് കിടക്കുന്നു. അവർ പറഞ്ഞു വേഗം കുറ്റിപ്പുറത്തിറക്കി തരാം, ഇതിൽ കയറിക്കോളൂ എന്ന്. സൂപ്പർ ഫാസ്റ്റ് ആയിരുന്നു. വെച്ചു പിടിച്ചു. കുറ്റിപ്പുറത്ത് എത്തിയതും എന്നെ കാത്ത് മംഗള എക്സ്പ്രസ് കാത്തു കിടക്കുന്നു. വേഗം ടിക്കറ്റ് എടുത്ത് അദ്ദേഹം പറഞ്ഞു വേഗം കയറിക്കോളൂ, പ്ലാറ്റ്ഫോം നമ്പർ പറഞ്ഞു, അവിടെയാണ് നിൽക്കേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ച് രാത്രി വീട്ടിൽ 7 മണിക്ക് തിരിച്ചെത്തി. മോൻ എന്നെ കൂട്ടാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നിരുന്നു. എല്ലാവർക്കും അതിശയം, ഞാൻ ഒറ്റയ്ക്ക് പോയി ഇത്രയും ദൂരം തിരിച്ചു വന്നത്. ഞാൻ പറഞ്ഞു ഭഗവാൻ എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കുന്നത്. പിറ്റേ ദിവസം ഉച്ചപൂജാലങ്കാരം വന്നു. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം സെക്യൂരിറ്റി ചേച്ചി മാറ്റിവെച്ച കദളിപ്പഴവും ഓടക്കുഴലുമായിട്ടാണ് കണ്ണൻ വന്നിരിക്കുന്നത്. എനിക്ക് ശരിക്കും സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു. കാരണം അന്ന് ആരും അലങ്കാരം കൃത്യമായി പറഞ്ഞില്ല. ശ്രീ അന്നൊരു ടാസ്ക് ഇട്ടു, ചോദ്യോത്തര പരിപാടി. ഭഗവാൻ ഞാൻ കൊടുത്ത കദളിപ്പഴവും മഞ്ഞപ്പട്ടും സ്വീകരിച്ചു എന്നുള്ളതിന് തെളിവല്ലേ അത്. ഇതിനു മുമ്പ് എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയപ്പോൾ അന്നും ഞാൻ നോക്കുമ്പോൾ ശ്രീകോവിലിൽ നാരായണ രൂപത്തിൽ തന്നെയാണ് ഭഗവാനെ കണ്ടത്. പക്ഷേ കുറച്ച് മാറിയപ്പോൾ അവിടത്തേക്ക് ഈശാന്തി പറയുന്നു പരശുരാമ അവതാരാണെന്ന്. പക്ഷേ എൻ്റെ കണ്ണിൽ നാരായണ രൂപം മാത്രമേ പതിയുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു എൻ്റെ കണ്ണിൻ്റെ ഫ്യൂസ് പോയി എന്ന് തോന്നുന്നു. കണ്ണട എടുക്കാത്തത് കൊണ്ടാണെന്ന് വിചാരിച്ചു. വീണ്ടും ഗുരുവായൂർ ഏകാദശിക്ക് ക്ഷേത്രത്തിൽ പോയി. അന്ന് ഞാൻ ഓർമ്മയോടെ കണ്ണടയെടുത്ത് ബാഗിൽ വെച്ചു. ഇനി പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ മായക്കണ്ണ, എന്നെ പറ്റിക്കല്ലേ എന്ന് വിചാരിച്ചു. പക്ഷേ അന്ന് എൻ്റെ ആരാധ്യരൂപനായ നാരായണ രൂപത്തിൽ തന്നെ. പുറത്ത് നാരായണീയം വായിക്കുന്നത് കൊണ്ട് എല്ലാവരും അവിടെ ഇരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നും കുറേ തവണ തൊഴുതു. എനിക്കിഷ്ടപ്പെട്ട ശ്രീകോവിലിൻ്റെ മുന്നിൽ നിന്നും പാടി. ഞാനും ഭഗവാനും അല്ലാതെ വേറെ ആരും കേട്ടില്ല. എനിക്കൊന്ന് വളരെ സന്തോഷമായി. ഭഗവാൻ എല്ലാം ചിരിച്ചുകൊണ്ട് കേൾക്കുന്നത് പോലെ എനിക്ക് തോന്നി. നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഇത്തവണ പോകുമ്പോഴും ഗുരുവായൂരിൽ കണ്ണട എടുത്താണ് പോയത്. അതുകൊണ്ടാണ് ഭഗവാന്റെ ആ മുഖശോഭ എനിക്ക് വളരെ ഭംഗിയായി കാണിച്ചു തന്നത്. ഭഗവാൻ ഹരിനാമകീർത്തനത്തിൽ പറയുന്നത് പോലെ യാതൊന്നും കാണുന്നത് നാരായണ പ്രതിമ, യാതൊന്നും കേൾക്കുന്നത് നാരായണ ശ്രുതികൾ, യാതൊന്നും ചെയ്യുന്നത് നാരായണ അർച്ചനകൾ. ഏത് സമയവും ഈ പാട്ട് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് കാണുന്നത് മുഴുവൻ നാരായണ രൂപം. ഒത്തിരി നീണ്ടുപോയോന്നറിയില്ല. എന്തായാലും എനിക്ക് എവിടെയും ഒരു തടസ്സങ്ങളില്ലാതെ എന്നെ ഒറ്റയ്ക്ക് ഭഗവാൻ എല്ലായിടത്തും കൊണ്ടുവന്ന് കാണിച്ചു തന്നു. തിരിച്ച് വീട്ടിൽ സേഫാക്കി കൊണ്ടുതന്നു. ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ കണ്ണീരിൽ കുതിർന്ന കോടി അർച്ചനകൾ. എനിക്ക് മനസ്സിന് ധൈര്യം തന്ന് എന്നും ഇതുപോലെ കൂടെ തന്നെ ഉണ്ടായിരിക്കണേ ഗുരുവായൂരപ്പ. ഒറ്റയ്ക്ക് വന്നത് ഇപ്പോൾ ഒരു ലഹരിയായി മാറിയിരിക്കുന്നു. ഇടയ്ക്കിടെ വരാനുള്ള പ്രചോദനമായി. അവിടുത്തെ കൃപാകടാക്ഷം എല്ലാ സജ്ജനങ്ങളുടെയും കൂടെ ഉണ്ടായിരിക്കണേ. അടുത്തൊരു എക്സൈറ്റിംഗ് അനുഭവമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ഇന്നലെ മൂകാംബികയിൽ പോയി വന്നതേയുള്ളൂ. അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടന്മാരെ കണ്ടുപഠിക്കുകയെന്ന് ഹസ്ബൻഡ് പറഞ്ഞു. ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. ഞാൻ ഇടയ്ക്കിടെ ഇനിയും ഗുരുവായൂരിൽ വരും എൻ്റെ ഭഗവാനെ കാണാൻ. ഹരേ നാരായണ. സംഗീത ചേച്ചിയാണ് അയച്ചു തന്നത്. എന്തായാലും ഒരു വലിയ യാത്ര നടത്തിയില്ലേ നമ്മൾ സംഗീത ചേച്ചിയുടെ കൂടെ. ഒറ്റയ്ക്കുള്ള യാത്ര അങ്ങനെയാണ്. ഒറ്റയ്ക്കുള്ള യാത്രയ്ക്ക് കുറേ പ്രത്യേകതകളുണ്ട്. പക്ഷേ അത് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ സെറ്റായി വരണം. ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു മാനസിക സ്ഥിതിയും ധൈര്യമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് യാത്ര പോകാട്ടോ. അതിൻ്റെ ഒരു ഉദാഹരണമാണിത്. എന്തായാലും എല്ലാവരിലേക്ക് എത്തിക്കുക. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഗ്രൂപ്പിലെ ചേച്ചിയാണ്. ചേച്ചി എല്ലാവരുമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന വളരെ കൃത്യമായ രീതിയിൽ ഗ്രൂപ്പിൽ പങ്കെടുക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം, സുപരിചിതയാണ്. ഹരേ കൃഷ്ണ. നമ്മൾ കുറേ സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. കൃഷ്ണ വിഗ്രഹമൊക്കെ കൊടുക്കുന്നുണ്ട്, അറിയാലോ. ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും.